എന്നാ പിന്നെ ഇതൊന്ന് ഉണ്ടാക്കിയാലോ. പിന്നെ എടുത്തേക്കുന്നത് കുറുവരിയാണ്. 1 കപ്പ് കുറുവരി എടുത്തിട്ടുണ്ട്. അതുകൂടാതെ 3 പഴം, പിന്നെ വെള്ളം. നമുക്കിതൊന്ന് ഉണ്ടാക്കിയാലോ. ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കാം. ഇനി ഒന്ന് വറുത്തെടുക്കാം. പാന് ചൂടായിട്ടാകുമ്പോൾ അരി ഇട്ട് കൊടുക്കുവാണ്. ഇത് ചെറിയൊരു ഗോൾഡൻ കളർ ആകുന്ന സമയം വരെ വറുത്തെടുക്കാം. ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. കംപ്ലീറ്റ്ലി പൊടിയറ്, ചെറിയൊരു തരിതരിപ്പോട് കൂടിയാണ് പൊടിച്ചെടുക്കാൻ. ഇത് കണ്ടോ, ഈ പരുവത്തിലാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. വെള്ളം ഉരുക്കിയെടുക്കാം. പഴം ഈ ചെറിയൊരു കനത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. വെള്ളം ഏകദേശം ഉരുകി വന്നിട്ടുണ്ട്. ഒരു കഷ്ണം ഏലക്ക ചേർത്ത് കൊടുക്കുവാണ്. ഇതൊന്ന് അരിച്ചെടുക്കാം. തണിഞ്ഞതിന് ശേഷം അരിക്കാവുക. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യായാലും ഉപയോഗിക്കാം. എനിക്ക് നെയ്യോട് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, ഇതൊന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് എല്ലാം കൂടി ഒന്ന് ബ്രൗൺ കളർ ആവട്ടെ. ഈ കളറായിട്ടാകുമ്പോൾ മാറ്റി വെക്കാം. നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കുവാണേ. ഈ വെള്ളവും പഴവും കൂടി ഒന്ന് മിക്സ് ആവട്ടെ. ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചേക്കുന്ന അരിപ്പൊടി ചേർത്തു. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കുവാണ്. ആയിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മളെ അരി പഴന്നൂർക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കാം. ഇനി ഞാൻ ഇതൊന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. അണ്ടിപ്പരിപ്പിൻ്റെതും മുന്തിരിങ്ങയുടേതും ഒക്കെ ആയിട്ട് ഏലക്കായുടെ ഒക്കെ